2026 നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിൻ്റെ കൂടെ സാധാരണഗതിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങളെ കൂടെ ചേർന്ന ഒരു വഞ്ചകൻ കാണിച്ച കൊടും വഞ്ചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ വേണ്ടി വന്നത്. പക്ഷെ ഇതൊരു അവസരമായി നമ്മുടെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും എടുക്കുന്നു എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത്. കാരണം 2016 2021 നിലമ്പൂരിൽ നിന്ന് LDF പ്രതിനിധിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് LDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സുധാകരൻ സ്വരാജ് നമ്മുടെ കേരളത്തിലെ തെളിമയാർന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് എന്നത് എല്ലാവർക്കും ഒരു തരത്തിലുള്ള കളങ്കവും ഏശിയിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം. സാധാരണ നിലക്ക് ഏത് ചുമതലയും ഭംഗിയായി നിർവഹിക്കാനുള്ള ശേഷി, അതോടൊപ്പം സമൂഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണ, എതിർക്കേണ്ടതിനെ എതിർക്കാനും ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കാനും എല്ലാം തൻ്റെ പൊതുപ്രവർത്തനത്തിലൂടെ ഇക്കാലം അത്രയും സ്വരാജിനെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിലയിരുത്തുന്ന നമ്മുടെ മണ്ഡലത്തിലെ വോട്ടർമാർ LDFനോടൊപ്പമല്ലാത്ത നല്ലൊരു ഭാഗം ആളുകൾ നല്ലതുപോലെ സ്വരാജിനെ സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ പൊതുവിൽ നല്ല സ്വീകാര്യത സ്ഥാനാർത്ഥിക്ക് ഉയർന്നു വന്നിരിക്കുന്നു. നമ്മുടെ ഈ മണ്ഡലം നേരത്തെ 2 തെരഞ്ഞെടുപ്പുകളിലും കാണിച്ച അതേ രീതിയിൽ തന്നെ LDFന് വലിയ വിജയം സ്വരാജിലൂടെ നേടിത്തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് വല്ലാത്ത ആശങ്കയും ആശയക്കുഴപ്പവുമെല്ലാം ഞങ്ങളുടെ എതിർ ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതില് UDF ആണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ എതിരാളി. UDFന് വലിയ തോതിലുള്ള നിരാശ വന്നിരിക്കുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. LDFന് ജനങ്ങളിലുള്ള സ്വീകാര്യത അതവർ മനസ്സിലാക്കുന്നുണ്ട്.
സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഉണ്ടായ നല്ല സ്വീകാര്യത അവരെ വല്ലാതെ വേവലാതിയിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഏത് രീതിയിലും 4 വോട്ട് സമ്പാദിക്കുക, അതിനാരുമായും കൂട്ടുകൂടാ, ആ ഒരു നിലയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നേരത്തെ മുതൽ അകറ്റി നിർത്തുന്ന ചില വിഭാഗങ്ങളുണ്ട്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അവരെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി അകറ്റി നിർത്താൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം ശക്തികളെ ഇപ്പോ അകറ്റി നിർത്തുകയല്ല വേണ്ടത്, തങ്ങളുടെ കൂടെ ചേർത്ത് 4 വോട്ട് കൂടി സമ്പാദിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. എന്ന തരംതാണ നിലയിലേക്ക് UDF പ്രത്യേകിച്ച് കോൺഗ്രസും എത്തി എന്നാണ് കാണാൻ കഴിയുന്നത്.